കുറച്ച് കാലം മുന്നേ ഈ അഹമ്മദാബാദ് പോയപ്പം അഹമ്മദാബാദിൽ ഹൈലി കൺജസ്റ്റഡ് റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ട് 4 ലൈൻ ഉള്ള ഒരു റോഡ് അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഗവൺമെൻറ്റിന്. അവരത് മൊത്തത്തിലൊരു 6 ലൈൻ അല്ല, ടു ബി പ്രിസൈസ് ഐ തിങ്ക് 8 ലൈൻ ആക്കിയിട്ട് മാറ്റി. സിറ്റീൻ്റെ ഉള്ളിലാണ് പറഞ്ഞത്. ഹൈലി കൺജസ്റ്റഡ് റോഡ് സിറ്റീൻ്റെ ഉള്ളിൽ 8 ലൈൻ ആക്കിയിട്ട് അവർ മാറ്റി. അതിനുള്ള എല്ലാ ഒബ്സ്റ്റക്കിൾസും അവർ ഒഴിവാക്കിയിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിൽ 3 ലൈൻസ് നമ്മൾ വെഹിക്കിൾ യൂസ് ചെയ്യാനുള്ളതാണ്. സെൻട്രൽ ലൈൻ ഓൺലി ഫോർ ബസ്സസ് ആൻഡ് എമർജൻസി പർപ്പസ്. അപ്പോൾ ബസ്സസ് അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പോലെ പ്രൈവറ്റ് ബസ്സും ഇതൊന്നുമില്ല, എല്ലാം ട്രാൻസ്പോർട്ട് ബസ്സാണ്. മാത്രമല്ല ബസ്സുകൾ തമ്മിലൊരു വാശിയില്ല. വാശി എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് അവിടെ ഉണ്ട്. ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് കഴിഞ്ഞാൽ അടുത്ത ബസ് വരുന്നുള്ളൂ. അപ്പം ബസ് പോയിന്റ് ടു പോയിന്റ് ട്രാവൽ ചെയ്യുമ്പം അവിടെ ഒരു ബസ്സിൻ്റെ ബാക്കിൽ പോയിട്ട് നിന്ന് ഹോൺ അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ആ ബസ് ആ സ്റ്റോപ്പിൽ നിന്ന് പോയതിനു ശേഷമാണ് ഈ ബസ് രണ്ടും ഒരേ പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്ത് പോവുക. അപ്പോൾ അതൊരു ട്രാക്കിൽ പോകുന്നതാണ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓൾ എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷൻ ആംബുലൻസ് ഒക്കെ ഈ സെൻറ്റർ റോഡ് കൂടെ പോവുക. അതുകൊണ്ട് അവർക്ക് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു പരിപാടിയില്ല. ചില ജംഗ്ഷൻസിൽ മാത്രം ക്രോസ് ഓവറിൽ വരുമ്പോൾ മാത്രം അവർ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് ഫ്രീ മൂവ്മെൻ്റ് ആണ്.